കോഴിക്കോട് ട്രെയിനിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന ആളിൻ്റെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. സാക്ഷിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ രേഖാചിത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. റിയാസ് KMR ചേരുന്നു. റിയാസ്, സാക്ഷിയുടെ സഹായത്തോടെ പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ CCTV-യിൽ നിന്നും സമാനമായ ആളിനെ തന്നെയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? എന്താണ് വിവരങ്ങൾ? കോഴിക്കോട് ട്രെയിനിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതി എന്ന് സംശയിക്കുന്ന ആളിൻ്റെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് റെയിൽവേ പോലീസിനടക്കം കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ട്രെയിനിലുണ്ടായിരുന്ന ഒരാളിൻ്റെ സാക്ഷിയായിട്ടുള്ള ഒരാളിൻ്റെ സഹായത്തോടെയാണ് പോലീസ് രേഖാചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. റിയാസ് KMR ഉണ്ട്, കോഴിക്കോട് നിന്നും ചേരുന്നു. റിയാസ്, എന്താണ് വിവരങ്ങൾ? കമലേഷ്, രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. രേഖാചിത്രം കേരള വിഷൻ ന്യൂസിലും ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും തൊപ്പി പിറകോട്ട് ധരിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ താടി ഉള്ള ഒരു രൂപമാണ് ഈ രേഖാചിത്രത്തിലുള്ളത്. താടി വെച്ച ഒരാളുടെ രൂപമാണ്. മാത്രമല്ല, ഇയാൾ ചുവന്ന ഷർട്ടാണ് ധരിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു രേഖാചിത്രമാണ് പ്രധാനമായും പോലീസിലെ രേഖാചിത്ര വിദഗ്ധനായ പ്രേമദാസൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതാണ് റെയിൽവേ പോലീസിന് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു രേഖാചിത്രം പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ഈ രേഖാചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇനി പോലീസ് നീങ്ങുന്നത്. ഇതിന് സമാനമായ ആളെ കണ്ടെത്തുകയാണെങ്കിൽ അയാളെ പിടികൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് മാത്രമല്ല തെളിവുകളിലുമായി പരിശോധിച്ച് അയാളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്നൊരു നടപടിയാണ് ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അതിലേക്ക് പോലീസ് നീങ്ങുകയാണ്. വളരെ ശക്തമായൊരു അന്വേഷണം തന്നെയാണ് ഈ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. കേരള പോലീസും ഒപ്പം തന്നെ റെയിൽവേ പോലീസും സംയുക്തമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കമലേഷ്, റിയാസ്, ഈ വിഷയത്തിൽ പോലീസ് വളരെ ത്വരിതഗതിയിലുള്ള ഒരു അന്വേഷണത്തിന് തന്നെ നേതൃത്വം നൽകുന്നു. അത്യന്തം ഗൗരവത്തോടെ തന്നെ ഈ വിഷയത്തെ കാണുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ അതുപോലെ തന്നെ മറ്റ് ഫോറൻസിക് പരിശോധനകളെല്ലാം പൂർത്തിയാക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ രേഖാചിത്രവും പുറത്തുവിടുന്നു. അപ്പോൾ വലിയ പ്രാധാന്യത്തോടെ തന്നെ പോലീസ് ഈ കേസിനെ കാണുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ ഒരു കേസിലുള്ള ഒരു പ്രതിയെ കണ്ടെത്തി അവരിൽ നിന്നും കൂടുതലായി അവരെ കണ്ടെത്തുക മാത്രമല്ല എന്നിട്ട് ആ പ്രതിയെ കണ്ടെത്തിക്കൊണ്ട് നിയമ നടപടികൾ ശക്തമാക്കുക, അത് ഇതിലെ അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നൊരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. പ്രധാനമായും ഇന്നലെ രാത്രി 9:30 എലത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നടന്ന ഈ സംഭവത്തിൽ നിരവധി അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെ കൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ത്വരിതഗതിയിലുള്ള ഈ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി വിവിധ രീതികളിലുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും പ്രതിയെ കൂടുതൽ വലയിലാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. റിയാസ്, അതോടൊപ്പം ഇപ്പോൾ പുറത്തുവരുന്ന മറ്റു ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഈ പ്രതിയുടെ എന്ന് സംശയിക്കപ്പെടുന്ന ബാഗിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 30-ാം തീയതിയോ മറ്റോ ആണ് ഈ ഫോൺ അവസാനമായി ഉപയോഗിച്ചത് എന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും പോലീസിനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ആ ബാഗ് അവിടെ ഉപേക്ഷിച്ചതാണ് എന്നതിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായും ആ രീതിയിലുള്ള ഒരു സാധ്യതയാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത്. അതായത് ഈ ഒരു അന്വേഷണ സംഘത്തെ അന്വേഷണം വഴിതെറ്റിക്കാനുള്ളൊരു ശ്രമമായിരിക്കാം എന്ന് പറയുന്നു. ഒപ്പം തന്നെ നേരത്തെ തന്നെ ദൃക്സാക്ഷിയുടെ ഒരു മൊഴിയുണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ കാണപ്പെട്ടയാൾക്ക് പ്രതിയുമായി സാമ്യമുണ്ട്. കാരണം ആ പ്രതി ധരിച്ചിരുന്ന അതേ തരത്തിലുള്ള ഷർട്ടാണ് ഈ CCTV ദൃശ്യത്തിൽ കാണുന്നയാൾ ധരിച്ചിരിക്കുന്നത്. പ്രതിയുടെ പ്രായം
അതിന് സമാനമാണ്. ഇതെല്ലാം തന്നെ പ്രതിയുമായുള്ള ഒരു സാമ്യമായി ദൃക്സാക്ഷിയും നേരത്തെ ഈ രേഖാചിത്രം വരയ്ക്കുന്ന വേളയിൽ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കാണിച്ചു കൊടുത്തപ്പോൾ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ എലത്തൂർ റെയിൽവേ സ്റ്റേഷനരികിൽ ആ 3 മൃതദേഹങ്ങൾ കാണപ്പെട്ടതിന്റെ തൊട്ടരികിലായി കണ്ടെത്തിയ ബാഗ് ഒരുപക്ഷെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാകാം എന്നാണ് സംശയിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പെട്രോൾ കൊണ്ടുവരാനായി ഈ അക്രമം നടത്തിയ പ്രതി ഉപയോഗിച്ച പെട്രോൾ കൊണ്ടുവരാനായി ഉപയോഗിച്ച ബാഗ് ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അന്വേഷണം വഴിതെറ്റിക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് പ്രതിയുടെ ബാഗ് തന്നെ ആവാനുള്ള സാധ്യതയും ഉണ്ട്. ആ ഒരു പരിശോധന, ആ ഒരു സാധ്യത കൂടി ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തി അത്തരത്തിലുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകാനുള്ള ഒരു ആലോചനയിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഈ പോലീസിന്റെ ഉന്നതതല യോഗം ചേർന്ന് ഈ അന്വേഷണ പുരോഗതി വിലയിരുത്തി പ്രതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. റിയാസ്, അതുപോലെ ഈ ബാഗിൽ നിന്ന് കിട്ടിയ ചില കുറിപ്പുകളൊക്കെ ഉണ്ട്. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെയായി രേഖപ്പെടുത്തിയ ചില കുറിപ്പുകളൊക്കെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഈ കുറിപ്പ് എന്താണ് എന്ന് സംബന്ധിച്ചടക്കം. കുറിപ്പിൽ ചില സ്ഥലപ്പേരുകളാണ് പ്രധാനമായും ഉള്ളത്. മാത്രമല്ല ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായുള്ള ഒരു കുറിപ്പുകളാണ്. അത് തന്നെയാണ് ഈ ഇതിലെ ആ ഒരു അട്ടിമറി സാധ്യത നേരത്തെ സംശയിക്കാനിടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ കുറിപ്പ് സംബന്ധിച്ചും ഫോറൻസിക് പരിശോധന നടത്തുന്നുണ്ട്. ഇതിലെ കൈയക്ഷരം സംബന്ധിച്ച്, കൈപ്പട സംബന്ധിച്ചുള്ള പരിശോധനയും നടത്തും എന്ന് ഫോറൻസിക് വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇതേ ബാഗിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റു വസ്തുക്കൾ അതൊക്കെ സീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയ പെട്രോൾ, അതുപോലെ തന്നെ 2 മൊബൈൽ ഫോണുകൾ, ഇത് പരിശോധിച്ചപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം കണ്ടെത്തിയത്. മാത്രമല്ല ഈ ഷർട്ടിൽ നിന്ന്, ടീഷർട്ടിൽ നിന്നും ഉള്ള DNA സാമ്പിളുകൾ എല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം പോലീസ് വ്യക്തമാക്കുന്നത്, ഈ പ്രതി അക്രമത്തിന്റെ സമയത്ത് ധരിച്ചിരുന്നത് ടീഷർട്ട് അല്ല ഷർട്ട് തന്നെയാണെന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നു. അത് ചുവന്ന ഷർട്ടാണെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കറുത്ത ഒരു തൊപ്പിയാണ് ധരിച്ചത്. അത് തൊപ്പിയുടെ മുൻവശം പിറകോട്ടാക്കിയിട്ടുള്ള രീതിയിലാണ് ധരിച്ചത്. അയാൾ ജീൻസാണ് ധരിച്ചത് എന്നുള്ള രീതിയിലാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടാതെ ഇയാളുടെ കാലിനരികിൽ പൊള്ളലേറ്റു എന്നൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഇത്തരത്തിൽ എല്ലാ സാധ്യതകളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവയെല്ലാം പരിശോധിച്ച് അവയെല്ലാം വിലയിരുത്തിയുള്ള ഒരു അന്വേഷണവുമായാണ് പോലീസ് സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വ്യക്തമാണ്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. പ്രതിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരിക്കുന്നു. ഇത് റെയിൽവേ പോലീസിനും കൈമാറിയിട്ടുണ്ട്. സാക്ഷി റാസിക്കിൻ്റെ സഹായത്തോടെയാണ് പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളിൻ്റെ രേഖാചിത്രം വരച്ചിരിക്കുന്നത്.